ചേട്ടാ ഹലോ. സുഖല്ലേ? സുഖം. എന്നാണ് പിന്നെ വാർത്ത? സുഖം. എങ്ങനെയുണ്ട്? എന്റെ കുറച്ച് സുഹൃത്തുക്കളെ പറഞ്ഞുണ്ട്. നമ്മള് ഈ റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ അതിമനോഹരമാണ്. തേക്കടിയില് ഈ റിസോർട്ട് ലോങ്ലി റിസോർട്ട്, ഈ റിസോർട്ട് സൂപ്പറാണ്. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വരും. ഞാൻ ഇത് ഫുഡ് പാചകം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. തീർച്ചയായിട്ടും ചേട്ടൻ എല്ലാ സഹകരണം വേണം. എന്ത് സഹായം ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്തു തരും. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്കളുടെ അപ്പം പരിപാടി ചേട്ടൻ എവിടെയാണ് സ്ഥലം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, സൂപ്പർ ബീഫ് കിട്ടിയത് 8:30 മണി കഴിഞ്ഞു. മണം പോലും സൂപ്പർ. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ബീഫ് ചീറിപ്പാഞ്ഞത്. നിങ്ങൾ നോക്കിയോ എങ്ങനെ ഇരിക്കണമെന്ന്. വിജയകുമാർ ചേട്ടൻ്റെ റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ വെച്ച് ആദ്യം ഞാൻ ബീഫ് കഴിവുകയാണ്. ഇത് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ബിരിയാണി കട്ടാണ്. ഇതാണ് നമ്മളെ ഫ്രൈ, ഇന്നത്തെ നമ്മളെ ചീറിപ്പാഞ്ഞ സാധനം. നമുക്ക് ബീഫ് കഴിവണം. ബീഫ് കഴിയാൽ മാത്രമേ അടുത്ത കാര്യത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. സൂപ്പർ ബീഫാണ്, സൂപ്പർ തണുപ്പാണ്, എല്ലാം ശരിയാണ്. നമ്മൾ ഈ ഇതുപോലും ഈ ഫയർ പോലും ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. സൂപ്പറാണ്. നമ്മളിത് ചെയ്തേക്കണമെന്ന് പറയുന്നത് ഒരു ബിരിയാണി കട്ടാണ്. ബിരിയാണി കട്ടിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഇവിടെ സൂപ്പർ ആംബിയൻസ് ആണ്. സൂപ്പർ ആംബിയൻസ് എന്ന് വെച്ചാൽ കാറ്റും ഭയങ്കര തണുപ്പും. അപ്പോഴാണ് നമ്മൾ ഈ ബീഫ് ചീറിപ്പാഞ്ഞത് ഇവിടെ ചെയ്താൽ ഇതുമായിട്ട് മാച്ച് ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ ചെയ്യണത്. എന്തായിരുന്നാലും ഇത് നമുക്കൊന്ന് കഴുകി എടുക്കണം വെച്ചാൽ ഇത് ഈ ചോര ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കും. ഒരു 7 വെള്ളം അതിന് കഴുകണം, എങ്കിലേ അതിന് ഒരു സുഖമുള്ളൂ. ഓക്കെ, ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഈ ബ്ലഡ് കറക്റ്റാ വാർന്ന് അടിയിലോട്ട് പോകും. ഇത് നല്ല ഇളന്ന സാധനമാണ്. നമ്മൾ ഒരുപാട് മുറ്റാനല്ല. അവിടെ നമ്മൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം നമ്മൾ കുക്കറിലിടേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് നമ്മൾ സാധാരണ കുക്കറിലിട്ട് 1, 2, 3 വിസിൽ കേട്ടാൽ ഇത് ചിലപ്പോൾ 3 വിസിലൊക്കെ കേട്ടാൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ കേട്ടാൽ ഇത് വെന്ത് കലങ്ങി പോകും. അതുകൊണ്ട് നമ്മൾ കുക്കറിലിടണ്ട. ഇവിടെ കുക്കറിന് സൗകര്യം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിത് കഴുകി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി അടുത്ത മസാല പുരട്ടാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ തീയിൽ വെച്ച് നമുക്ക് അവിച്ചെടുക്കാം, ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് മസാല പുരട്ടി നമ്മളിതിനെ സൂപ്പർ മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കും. അതാണ് നമ്മൾ ബീഫ് ചീറിപ്പാഞ്ഞത്. ഇപ്പോൾ സെറ്റായി. ഇപ്പോൾ വേണ്ട, ഏകദേശം നല്ല മട്ടൻ പോലെ ഇരിക്കും. മട്ടൻ പോലെ ഇത് ബീഫ് എന്ന് പറയില്ല, മട്ടൻ പോലെ സൂപ്പറായിരിക്കും. ഇപ്പം നമ്മൾ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ലേശം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പ്. ഇനി എനിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ലേശം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാലേ ആ ഫ്ലേവർ അതിൽ കിട്ടുള്ളൂ. ഒരുപാട് ചതയണ്ട, കുറച്ച് ചതഞ്ഞാൽ മതി. ഇത് കിടന്നൊന്ന് പിടിച്ചു വരണം. കുറച്ച് മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി. ഇതൊന്ന് നല്ലപോലെ പിടിച്ച് മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഈ സാധനം നമ്മൾ കുക്കറിലൊന്നും വെക്കുന്നില്ല. ഈ ഫയറിലാണ് വെക്കുന്നത്. ഈ ഫയറിൽ വളരെ കഷ്ടപ്പെട്ട് വിജയകുമാർ ചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക, അതിൽ വെക്കുക. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കുക. അത്ര ദൂരമാണ്. നമ്മൾ പറയുമ്പോൾ അടുത്തൊന്നും വീട്ടിലെ പോലെ കിട്ടില്ലല്ലോ. വെള്ളം ഒഴിച്ചു. ഇടാൻ പോവുകയാണ്. 3/4 മണിക്കൂർ ഇതിരുന്നാലേ 3/4 മണിക്കൂർ ഇനി ഈ തീയിലിരുന്ന് നല്ല വെന്ത് വരുമ്പോൾ നമ്മളിതിൽ കുറച്ച് മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇവിടെ വെച്ച് തന്നെ ഫ്രൈ ചെയ്യും. അതാണ് ബീഫ് ചീറിപ്പാഞ്ഞത്. നമ്മളത് പൊളിച്ചടിക്കും. എൻ്റെ സുഹൃത്തുക്കളിവിടെ ഉണ്ട്, എൻ്റെ ക്യാമറമാനുണ്ട്, എൻ്റെ ലൈറ്ററുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ചേർന്ന് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രമല്ല. നമ്മൾ ഇതിലൂടെ കഴിക്കാൻ ഇനിയിപ്പോൾ വേറെ പുട്ടും മറ്റേ അല്ലെങ്കിൽ പുട്ടോ ചപ്പാത്തിയോ പൊറോട്ട ഒന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഫയർ കയറി കേട്ടോ. ഈ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ കാറ്റടിച്ചാൽ ഫയർ ഭൂമി കയറും. ബീഫ് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ബീഫ് ബോയിലായി വരെ എങ്ങനെയല്ല 1/4 മണിക്കൂർ എടുക്കും. ആ 3/4 മണിക്കൂർ സമയത്ത് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം.
അപ്പോൾ അതിലോട്ട് പോവുകയാണ്. ആദ്യം ഇഞ്ചി ചതയ്ക്കാനുള്ള മിക്സിയൊന്നും ഇവിടെ ഇല്ല. ഇടിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. നല്ല പണിയാണ് മച്ചാനെ. നമ്മൾ മിക്സിയിലെടുത്തിട്ട് അടിക്കുമ്പോൾ അല്ല ഇത് അടിയോടടിയാണ്. തൽക്കാലം ഞാൻ ബാക്കി ഞവടി റെഡിയാക്കിക്കൊള്ളാം. ഞവടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞാൻ മസാല കയ്യിൽ പിടിച്ച് റെഡിയാക്കി ഇപ്പോൾ സെറ്റാക്കി എടുക്കും. അങ്ങനെയാണ്. അടുത്ത വെളുത്തുള്ളി, ഇത് മെയിൻ സാധനമാണ്. നമ്മൾ ഈ ബീഫ് എന്നൊക്കെ പറയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാലേ അതിനൊരു മണവും ഗുണവും അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയാണ് മെയിൻ. നമ്മൾ ബീഫിൻ്റെ മെയിൻ സാധനം ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോഴാണ് ഈ ബീഫ് അത്രയും വലിയ പീസല്ലേ അതെല്ലാം പിടിച്ച് വരണ്ടേ. നമ്മൾ 2 കിലോ ബീഫാണ് വാങ്ങിക്കണത്, 2 കിലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാത്രമാണ്. പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൈയളവാണ്. ഇനി കൈയളവാണ്. ഇത് മസാല, ഇത് മീറ്റ് മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി അതിലിട്ടിട്ടുണ്ട്. അതിന് കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇത് നമ്മളെ വറ്റല മുളക് ചതച്ചത്. ഈ ഇട്ടേക്കണ മുളക് പൊടി എന്ന് പറയുന്നത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഉപ്പിനെയും ചേർക്കേണ്ടി വരും. പിന്നെ ഈ സാധനം ഉള്ള സ്ഥല സൗകര്യം വളരെ കുറവാണ്. ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യാം. നമ്മൾ എണ്ണയിലാണ്. ഈ എണ്ണയുടെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് എണ്ണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുമോ? ഇത് സ്ഥലം ഇത് തേക്കടി കുമിളിയാണ്. ഇതാ നോക്ക് ഇരിക്കുന്ന കണ്ട അണ്ണ ഇതാണ് സെറ്റപ്പ്. പിതുക്കി എൻ്റെ ഊപ്പാട് വരും. ഇതിലൊന്ന് ഞാവടി മോഹൻലാലൊക്കെ പറയുമ്പോൾ ഞാവടി മസാല പിടിക്കണം. ഇനി വേറൊരു സാധനം ഇതിൽ ചേർക്കാറുണ്ട്. വേറെ സൂപ്പർ സാധനം ഇതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ചേർക്കും. ഇതൊക്കെ ഞവടണമെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യം വേണം. ഒരുപാട് കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇനി നമ്മൾ കാഷ്യനട്ട്, ഹൈലൈറ്റ് സാധനം കാഷ്യനട്ടാണ്. പൊട്ടിത്തെറിക്കും. ഇതിൻ്റെ പേര് പോലെ ചീറിപ്പായും പൊട്ടിത്തെറിക്കും. ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ റിസോർട്ടിൽ അടിപൊളി തണുപ്പാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കണം. എല്ലാം ജാക്കറ്റിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം ജാക്കറ്റിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കണുള്ളൂ പച്ചയ്ക്ക് വേറെ ഇവിടെ എല്ലാം അമ്മ ജാക്കറ്റ് റെഡിയായി നിൽക്കുന്നത്. ആ സ്ഥലം നോക്കിയാൽ അവിടെ മരം കാണിച്ചോളൂ. ആ മരം അവിടെ കൊണ്ട് ഒരു ഇതുണ്ട്, ആ തട്ടുണ്ട്. നമ്മൾ ഭയങ്കര പ്രകൃതി സൗന്ദര്യമാണ്. നമ്മൾ പറയാൻ പോലെ അല്ല, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ അറിയാവുന്നവരും അല്ലാത്തവർ പല ആൾക്കാർ ഇപ്പോഴും ഗസ്റ്റ് ഫുള്ളാണ്. എൻ്റെ വിജയകുമാർ ചേട്ടൻ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നു. ആ ഹെൽപ്പിൽ നമ്മൾ ചെയ്യണം. വിജയകുമാർ ചേട്ടൻ ഇനി ഞാൻ 4 ദിവസം ഇവിടെ ഉണ്ട്. 4 ദിവസവും ഞാൻ ഈ റിസോർട്ടിലുണ്ട്. ഈ റിസോർട്ടിൽ മുയലും പല ടൈപ്പ് സാധനം നമ്മളിവിടെ ചെയ്യും. പൊളിക്കും. നമ്മളിവിടെ പൊളിക്കാനാണ് വന്നിരിക്കുന്നത്. എന്തൊരു കുഞ്ഞികളിയാ. കയ്യും പൊള്ളി. ഇത് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പിച്ച് നോക്കുമ്പോൾ പറയാം. കണ്ട ഇനി ഇത് വേവണ്ട. ഇനി ഇതിനെ ഊറ്റി മസാല അടിക്കുന്നു. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത നമ്മളെ ബീഫ് ചീറിപ്പാഞ്ഞ് പൊട്ടിത്തെറിച്ചാവും. ഇന്ന് ഇതിനെ എടുത്തിട്ട് ഊറ്റയാണ്, വെള്ളം ഊറ്റി കളയാണ്. ഇതിൻ്റെ സൂപ്പർ ഇതാണിത്. വെള്ളം ഊറ്റി കളയാണ്. കണ്ണാപ്പിൽ വെച്ച് ഊറ്റി നല്ല വെള്ളം പോയ ശേഷം മസാല അടിക്കും. ഈ ചട്ടി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു, മസാല ഇടുന്നു, ഫ്രൈ ചെയ്യുന്നു. ഇവിടെ 1/2 മണിക്കൂറും 3/4 മണിക്കൂറും വെച്ചുകൊണ്ടിരിക്കുക. യുവമാർ സമ്മതിക്കില്ല. ഈ സാധനം എത്രയും പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ യുവമാർ എന്നെ കഴുത്തേക്ക് കൊല്ലും. തണുത്ത് വിറച്ച് നിൽക്കാനല്ല. മസാല ഇടുന്നതാ ഓക്കെ. പക്ഷേ ഈ ബീഫ് എടുത്തിട്ട് പുരട്ടാ എൻ്റെ കൈ പൊള്ളിപ്പോകില്ല. എന്നാ ചെയ്യാൻ എന്ത് ചെയ്യും? കാറ്റിൽ തണുത്തുള്ളൂ. മസാല ഇട്ട് ഇനി ഓരോന്നിലും പിടിക്കണം. ഇത് എനിക്ക് ചൂടായതുകൊണ്ട് ഈ കൈ വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇട്ട് ചിരട്ടി ഇത് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു കൈയാണ് നല്ലത്. എങ്കിലേ ഇത് സെറ്റാവുള്ളൂ.
മസാല സെറ്റായി. എൻ്റെ അമ്മച്ചിയാണ് സെറ്റായി. എൻ്റെ അമ്മച്ചിയാണ് സെറ്റായി. സൂപ്പറാണ്. ഈ തണുപ്പത്ത് ഈ സാധനം അടിച്ച് എങ്ങനെ ഇരിക്കുന്നത് അറിയാമോ? എണ്ണ ഈ തണുപ്പിൽ നെയ്യായി. ഇനി ഇതിനെ ഒഴിക്കാൻ കഷ്ടപ്പെട്ട് പിരിക്കുക എൻ്റെ ഊപ്പാട് വരും. അമ്മച്ചി വട്ട കേറട്ട് വാടാ വാ വാ. മതി. എണ്ണ തിളച്ച് റെഡിയായിരിക്കുകയാണ്. നല്ല പരുവാണ്. ഈ തണുപ്പ് സമയത്ത് നമ്മളെ കിടിലം ബീഫ് ചീറി പാഞ്ഞതാ. എൻ്റെ കൈ ചെറുതായിട്ട് കൊണ്ടാന്ന് സംശയം. ചെറിയൊരു പിടുത്തമുണ്ട് കേട്ടോ. മൊത്തം എവിടെയാണ്? മൊത്തം ഒറ്റ ട്രിപ്പിൽ ശരിയാവും. ചെറിയെന്നുള്ള കാര്യം സംശയം. എൻ്റെ വിജയകുമാരനും ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് സെറ്റാവട്ടെ. ഒരു 2 മിനിറ്റ് പിടിക്കട്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി മറിക്കാം. അപ്പോൾ സംഭവം ഒന്ന് ഇളക്കി മറിക്കാം. ഒരുപാട് ഇളക്കി മറിച്ചാൽ ഉള്ള മസാലയെല്ലാം അവിടെ പോകും. മതി. പിടിക്കട്ട്. ബീഫ് പൊട്ടിത്തെറിച്ച് ചീറി പാഞ്ഞത് റെഡിയാവാറായി. അതാ കണ്ടല്ലോ, സെറ്റായിരിക്കുകയാണ്. ഞാനിപ്പോൾ കരിയേപ്പില്ല അതാ മുഴുവൻ ഇടണം. പോട്ട് 1 ഭാരം 2 ഭാരം എന്താ മുഴുവൻ ഇട്ടതാ. പൊട്ടിത്തെറി ഇപ്പോൾ വരും. കണ്ടല്ലോ, ആ കോരയാണ്. കണ്ടല്ലോ, എൻ്റെ വിജയകുമാർ ചേട്ടന് നമ്മുടെ സുഹൃത്തുക്കൾക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം ഞാൻ. ഇനി 2-3 ദിവസം 3 ദിവസം ഞാൻ അവിടെ ഉണ്ട്. 3 അല്ല 4 ദിവസം നിൽക്കുക, അല്ലെങ്കിൽ കാര്യം കഴിയുള്ളൂ. പുട്ടിന നമ്മൾ പൊളിക്കും മച്ചാനെ. നിനക്ക് വിശക്കല്ലേടാ? പിന്നെ ഉറപ്പായിട്ടും വിശക്കുന്ന നിങ്ങളുടെ ആ ഫുഡിൻ്റെ ആ ഒരു ക്രിസ്പി നമുക്ക് ഇഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞ കാര്യങ്ങൾ പറയത്തുള്ളൂ. ഇത്രയും ദിവസം ഗ്യാസ് ചെയ്തോണ്ടിരുന്നു. ഇപ്പം ഇതിലും ചെയ്തു. ആ അടിപൊളി പ്രത്യേകതയാണ്. നാളെ മൊയിൽ ചെയ്യാനാണ് വേണം. ഇവർക്കെല്ലാം നാളെ മൊയിൽ വേണം, മറ്റന്നാൾ കാട വേണം, പിന്നെ എന്തൊക്കെയോ വേണം. എല്ലാം ഞാൻ ഇവിടെ ചെയ്യും. ഇത് സൂപ്പർ ക്ലൈമറ്റാണ് ഇവിടെ. അടിപൊളിയാണ് ഈ സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ. തേക്കടിയുടെ മെയിൻ ഏരിയയിലാണിത്. പൊട്ടിത്തെറിച്ചാൽ ചീറിപ്പാഞ്ഞ് അതിന് വേണ്ടി റെഡിയാണ്. ഇനി നമ്മൾ നൈറ്റ് ആംബിയൻസ് മൊത്തവും നമ്മളിവിടെ കാണിച്ചു കൊടുക്കും. ഈ രാത്രി കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ലാസ്റ്റിൽ കൊടുത്തേക്കും വിജയകുമാരേട്ടൻ്റെ എല്ലാ ഡീറ്റെയിൽസും. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പിന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കും. നിങ്ങളിവിടെ വന്നാൽ എല്ലാ ഹെൽപ്പ് വിജയകുമാരേട്ടൻ ചെയ്തു തരണമായിരിക്കും. ഞങ്ങൾ ഇനി ഡൈനിങ് ടേബിളിലോട്ട് പോകേണ്ടത് കൊണ്ട് ഇനി ഇത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് നല്ല ഒന്നും പറയണ്ട. വിജയമാട്ട റെഡിയാണ്. ചേട്ടൻ വന്നിരിക്കും. അജയവാ മക്കളെ ഇവരാണ് ഇതിന്റെ ഈ റിസോർട്ടിന്റെ സാരഥികള്. ഇവരിത് കഴിച്ചിട്ട് വേണം പറയാൻ ഇപ്പോഴും. പിന്നെ നിങ്ങളെ ക്യാമറമാൻമാരുണ്ട്, എന്റെ സുഹൃത്തുക്കൾ 2 പേരുണ്ട്. ഇവരെല്ലാം ഇരുന്ന് കഴിക്കണം. കഴിയളിയാ ഓരോ പീസ് എടുത്ത് നിങ്ങൾ ഇഷ്ടത്തിന് കഴിച്ചിട്ട് എടുക്ക്. പുട്ട് മാറ്റിച്ച് കഴി. പൊടിയും പുട്ടും. പൊടിയെടുത്തോ പൊടിയെടുത്താലേ ടേസ്റ്റ് വരുള്ളൂ. നല്ല ഈ പൊടി കൊണ്ടിട്ട് കഴി. സൂപ്പർ അടിപൊളി. നമ്മളെ ബീഫ് ഒരു വെറൈറ്റി ആയിട്ട് കറക്റ്റ് ഉള്ള പറയാ. നമ്മളെ സൂപ്പറോ ചങ്കാണ്. നീയും ചങ്കാണ്. ഞാൻ ഒരു 5 ദിവസം ഇവിടെ കാണും. 5 ദിവസം നിങ്ങളെല്ലാം എനിക്ക് സപ്പോർട്ടിലാണ്. ഇനി 5 ദിവസം വിളിക്കും. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. സൂപ്പർ. നിങ്ങളിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇനി എന്റെ സുഹൃത്തുക്കളെല്ലാം പറ്റും. അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവർ ഒരുപാട് നേരം തണുപ്പത്ത് നിന്നിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഡൺ. താങ്ക് യു. കാണാം.